കൃതജ്ഞത നന്ദി, അത് ദൈവാനുഗ്രഹത്തിൻ്റെ നമ്മളെ പ്രതിനന്ദിയായിട്ട് പറയണ കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എല്ലാം കുഞ്ഞാടൻ്റെ ക്വാളിറ്റീസാണ്. കാര്യം അവൻ ബഹുമാനത്തിൻ്റെ മേൽ ബഹുമാനം നേടിയവനാണ്. അവനെന്താണ്? അവനെ തന്നെ ആകയാൽ ദൈവം അവൻ അത്യധികം ഉയർത്തിയെന്ന് പറഞ്ഞില്ലേ? അതാണ് ബഹുമാനം അവന് വരാൻ കാര്യം. അവന് ബഹുമാനം പറഞ്ഞത് എന്താണ്? ആകയാൽ ദൈവം അത്യധികം ഉയർത്തി, അഡീഷണലായിട്ട് അവനെ ഉയർത്തി. എന്താ കാര്യം? അവൻ പ്രകൃതിയ ദൈവമായിരുന്നു. ദൈവത്തോടുള്ള മുറുകെ പിടിക്കുന്ന കാര്യം പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം കുരിശുമരണത്തോളം കുഞ്ഞാടനെ ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടായി അവൻ. അതുകൊണ്ട് എന്തു ചെയ്യും? ദൈവം അവനെ മഹത്വീകരിച്ചു. ആ മഹത്വം വന്നത് എങ്ങനെയാണ്? അവൻ കുഞ്ഞാടായി കഴിഞ്ഞപ്പോൾ ദൈവമാണ്. ആകയാൽ ദൈവം അത്യധികം ഉയർത്തി. എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടത്തേക്ക് നൽകി. അപ്പോഴാണ് ഈ കുഞ്ഞാട് മഹത്വീകരിക്കപ്പെടുന്നത്. അതിനെ കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടാണ്. അപ്പോൾ അത് നമ്മളും ചില സമയത്ത് ഈ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടായി മാറും. 100 അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ റീസൺ അനുസരിച്ച് ശരിയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കൈ ചൂണ്ടുന്നതിൻ്റെ മുമ്പിൽ അകപ്പെട്ട് നിൽക്കുകയും എന്നിട്ട് നമ്മൾ ദൈവഹിതം തന്നെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രതിയോഗികൾക്ക് നമ്മൾ ദൈവഹിതമാണ് പാലിക്കണമെന്ന് മനസ്സിലാകാതിരിക്കുകയും നമ്മൾ അതിൻ്റെ പേരിൽ നമ്മളെ പഴിചാരുകയും ചെയ്തിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുകയും ചെയ്യണമാണ് മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയുന്നത്.